മന്ത്രിയുടെ കഴുത്തിന് KSU ആക്രമണത്തിൽ പരിക്കേറ്റു. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ദൃശ്യവും ലഭിച്ചിട്ടില്ല. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു. സീൻ ഒന്നാം പ്ലാറ്റ്ഫോം മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ജീവൻ കളഞ്ഞു നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമ്പോൾ പോലീസ് തടയുമ്പോൾ ആ പോലീസുകാരോടും സംസാരിക്കുന്നുണ്ട്. ഒപ്പം KSU പ്രവർത്തകരോട് കയർക്കുകയും ചോദിക്കുകയും മുന്നോട്ടായുകയും ചെയ്യുന്നുണ്ട്. അറിയില്ലെങ്കിലും നിന്റെ എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണേ. സീൻ 3 ഒന്നാം പ്ലാറ്റ്ഫോം തന്നെയാണ്. മന്ത്രി പ്രതിഷേധക്കാരോട് തട്ടിക്കയറുന്നുണ്ട്. പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം നേരിട്ട്, അതായത് KSUക്കാരോട് നേരിട്ട് സംസാരിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് മന്ത്രി. അതാണ് നമ്മൾ സീൻ 3 നമ്മൾ കാണുന്നത്. എവിടെ കടമുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. സീൻ 4 ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കാൻ പോലീസ് അവരെ ശ്രമിക്കുന്നുണ്ട്. ഈ മന്ത്രിയും പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോകണം എന്ന് മാധ്യമപ്രവർത്തകരോട് അവർ ആവശ്യപ്പെടുന്നു. സീൻ 4. എന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പോകാൻ മന്ത്രി പറയുമ്പോഴൊക്കെ മന്ത്രിക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയതായി നമുക്ക് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നോ അവരുടെ മാനേഴ്സിൽ നിന്നോ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയൊക്കെ വഴിയില്ലോ. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. ആ സമയം എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് പറ്റിയതായി അറിയുന്നുമില്ല. പക്ഷെ സീൻ 5 വരുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച് മന്ത്രി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇങ്ങനെ ഒരു കള്ളൻ, കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം പോലീസുകാരോട് സംസാരിച്ച് മാധ്യമപ്രവർത്തകരോട് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ കൂളായി മന്ത്രി പോകുന്നു. ആ സമയമൊന്നും മന്ത്രിക്ക് ഒരു പരിക്ക് പറ്റിയതായി ദൃശ്യങ്ങൾ എവിടെയും അവരുടെ മുഖഭാവങ്ങളിലൊന്നും കാണുന്നില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേടുക്കട്ടെ. മറ്റേത് ഏത്? സീൻ 6 3ാം പ്ലാറ്റ്ഫോമിൽ അവരിയ്ക്കുകയാണ്. ട്രെയിൻ വരാൻ കാത്തിരിക്കുന്നതിനിടയിലാണ് അവർക്ക് വേദന അനുഭവപ്പെടുന്നത്. സംശയമൊന്നുമില്ലല്ലേ? തലയുടെ ഈ സൈഡിലായി വേദനയുണ്ട്. അവശത അനുഭവപ്പെട്ട അവർ മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. അത് നീ നാടകം കളിച്ച് ഞങ്ങളെ ചതിച്ചല്ലടാ. എടാ ജോയി, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ടു ബുദ്ധി? മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ 3ാം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഷാജി കേട്ടാ, ഇവിടെ ഇനി സീൻ 7 ആശുപത്രിയിലാണ്. മന്ത്രിയെ ജില്ലാ ആശുപത്രി ICUവിലേക്കാണ് വേഗത്തിൽ മാറ്റുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് വേദനയുണ്ട്, തലയുടെ സൈഡിൽ വേദനയുണ്ട് എന്നവർ CM-നോട് പറയുന്നു. വേഗത്തിൽ തന്നെ അറേഞ്ച്മെന്റ്സ് ഒരുക്കാൻ CM ആവശ്യപ്പെടുന്നു. ആശുപത്രിയിൽ അടക്കം നിർദ്ദേശങ്ങൾ എത്തുന്നു. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം. നമുക്കറിയാം, ഇത് മുമ്പത്തെ കാലമല്ല. ഈ മുഖ്യധാരാ ചാനലുകളുടെ അടക്കം, അത് പാർട്ടി നിയന്ത്രിക്കുന്ന ചാനലുകളുടെ അടക്കമുള്ള ക്യാമറകൾ ചുറ്റുമുണ്ട്. CCTVയുടെ നിരീക്ഷണത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും. പക്ഷെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ല. ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. മന്ത്രി വീണ ജോർജിന്റെ പരിക്ക് ഗുരുതരമെന്ന് മെഡിക്കൽ ബോർഡ്. കഴുത്തിന് ക്ഷതമുണ്ട്. നിലവിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയല്ല എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. കഴുത്തിന്റെ ഭാഗത്തെ നെർവിന് ചെറിയ രീതിയിലുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായ നീർവീക്കം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് അല്പം ഈ പറയുന്ന മെഡിസിന്റെ ഒക്കെ ഭാഗമായിട്ട് അത് അല്പം കുറവ് വന്നിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി ഭേദമായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മിണ്ടാതിരുന്ന് സഹിക്കുന്നത് എന്തിനാണ് ഈ തള്ളയെ? ഈ തള്ളിന് തള്ള വില കൊടുക്കേണ്ടി വരും, വലിയ വില.